നമ്മളെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പം മറ്റന്നാൾ February 27 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. 10 years ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയി 10 ഗിഫ്റ്റ്, എത്ര വയസ്സാവുന്നു അത്രയും ഗിഫ്റ്റാണ് ഇനി തൊട്ട് എല്ലാ ബർത്ത്ഡേക്ക്. ഇപ്പം 11 വയസ്സായി 11 ഗിഫ്റ്റ്, 12 വയസ്സായി 12. അപ്പോൾ 2 മക്കളുണ്ട്, ഒരാൾക്ക് 9 വയസ്സ്. അപ്പോൾ March 15. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ 27. അപ്പം ഞാനിങ്ങനെ 2 മാസമായി കുറേ സാധനങ്ങൾ അതിനെ കൂട്ടി വെക്കണം കേട്ടോ. 10 ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഓഫറുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഇവർക്ക് പറ്റിയ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യട്ടെ. 2 പേർക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ ഗിഫ്റ്റുകളല്ല. ഓക്കെ, 10 ഗിഫ്റ്റ് ചെറിയ മോൾക്കാണെങ്കിൽ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഓരോരുത്തരുടെ കാണിച്ചുതരാം. ഇനിയിപ്പോൾ ഇത് കാണിച്ചുതരാം കേട്ടോ. ഇത് ഫസ്റ്റ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണേ. ഞാനൊരു റീലായിട്ടും കൂടി ഇടാം കേട്ടോ. ഇത് ഒരു സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. കണ്ടോ, ഇത് ഫുൾ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നൊരു സാധനമാണ് കേട്ടോ. കണ്ടോ, ഫുൾ സ്റ്റിക്കേഴ്സാണ്. ഇത് മസ്റ്റായിട്ട് എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നത് കേട്ടോ. ഇതൊക്കെ ഇനി പാക്ക് ചെയ്ത് ഫുൾ ഗിഫ്റ്റ് കവർ ചെയ്യണം. അപ്പം അതിനേക്കാൾ മുന്നായിട്ട് ഞാൻ നമുക്ക് മെയിനായിട്ട് എനിക്ക് ഓർമ്മകളാണ്. പിന്നെ മെയിനായിട്ട് വലിയൊരു ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. മീൻസ് വലിയൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ കുറേ നാളെ പാദസരം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാദസരം ഇത് ഞാനൊരു മാലയും വാങ്ങിച്ചിട്ടുണ്ട്. പാദസരം മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനത് കാണിച്ചുതരാം കേട്ടോ. ഇതാണ് പാദസരം കേട്ടോ, സിൽവറിൻ്റെ പാദസരമാണ്. അപ്പോൾ കുറേ നാളെ പാദസരം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് ഒക്കെ നോക്കാം എന്നുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ള പാദസരമാണ്. ഇങ്ങനെ കറുത്ത ബ്ലാക്ക് സ്റ്റോൺസ് വരുന്ന ടൈപ്പാണ്. ഇത് പിടിക്കട്ടെ. നെക്സ്റ്റ് വൺ നോക്കാം. ആദ്യം ഞാൻ മോൾക്കുള്ളത് മാത്രം കാണിച്ചു തരാം കേട്ടോ. മാലയും ഞാൻ കാണിച്ചു തരാം. ഇപ്പം മാല ഞാൻ പോയപ്പം എനിക്ക് 2 പേർക്ക് ഇടാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് മെയിനായിട്ടും ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് മോന് വേണ്ടിയിട്ട്, മോനും മോൾക്കും ഒരുപോലെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഗിഫ്റ്റ്. ഇത് ഞാൻ മറ്റേ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ പെൻസിൽ, പെൻ ബോക്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് മോന് വേണ്ടിയിട്ട് ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽസ് വാങ്ങിച്ചാണ്. പിന്നെ ഞാൻ കുറച്ച് ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച ചെരുപ്പോട്ടോ. ഇങ്ങനത്തെ ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് കുറേ നാളെ വാങ്ങണമെന്ന് വിചാരിക്കണം. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് കൊടുക്കാമെന്ന്. പിന്നെ മാക്സിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലീവ്ലെസ് ബനിയൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഗിഫ്റ്റ് പോലെയല്ല, ഞാൻ വാങ്ങിച്ചു വെച്ചപ്പോൾ ഒരുമിച്ച് ഓക്കെ ഇപ്പോൾ ഗിഫ്റ്റായിട്ട് മീൻസ് 10 ഐറ്റം ആക്കണ്ടേ. പക്ഷെ ഇപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് ആയിട്ടോ. ഞാൻ ഓരോന്ന് വാങ്ങിച്ച് 10 ഐറ്റത്തിന് മേലെ. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച ട്രൗസേഴ്സാണ്. ഇത് നല്ല രസമുണ്ട്. ഇതുപോലെ തന്നെ 2 ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഓഫറിൻ്റെ ടൈമിലാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്. അവന് വേണ്ടിയിട്ട് കൊടുത്തോളാൻ പറ്റും ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മാച്ചായിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അമ്മ തന്നതാണ്. പിന്നെ മെയിൻ വലിയ ഗിഫ്റ്റുകൾ ലാസ്റ്റ് കാണിച്ചത് കേട്ടോ. ചെറിയ കുട്ടി ഗിഫ്റ്റുകളാണ്. പിന്നെ ആൾ ഡ്രോയിങ് ചെയ്യുന്ന ആളാണ് മോൻ കേട്ടോ. അപ്പോൾ ഒരു സ്കെച്ച് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്താ ഇറേസറാണ് കേട്ടോ. ഒരു പെൻ പോലത്തെ ഇറേസറാണ്. ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇനി ഡ്രസ് മോൾഡിങ് വരുന്നത്. പിന്നെ മെയിനായിട്ട് വലിയൊരു ഇത് കാണിച്ചു തരാം. നെർഫ് ഗണ്ണാണ് പറഞ്ഞിരുന്നത് കേട്ടോ. മോൻ കുറേ നാളെങ്കിൽ നെർഫ് ഗൺ. ഇതിൻ്റെ വേറെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കേടാക്കി. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ മോൾക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഡയറി. ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് മോൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം വില പിടിപ്പുള്ളതല്ല, ബട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നോക്കിയിട്ട്. ഇത് ലോക്കൊക്കെ ഉണ്ട് കേട്ടോ, ലോക്ക് ഉള്ള ഒരു ഡയറിയാണ്. ഞാനിത് ഫെജിന്ന് ഞങ്ങളാണ് വാങ്ങിച്ചത് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ഗ്ലിറ്റർ ഗ്ലൂ ആണ്. ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ട് ആൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ക്രാഫ്റ്റിൻ്റെ മിനി കറക്ഷൻ ടേപ്പാണ്. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഫെജിയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഫുള്ളായിട്ട് വാഷബിൾ കളർ മാർക്കേഴ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഇത് ഒരു സംഭവമാണ്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനത്തെ ഇത് ഗ്ലിറ്റർ ഗ്ലൂ കണ്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ വെസ്റ്റ് സൈഡിൽ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ്. ഇതാണ് ഡ്രസ്സ് കേട്ടോ, സ്കൂളിലേക്ക് ഇട്ടിട്ട് പോകാനുള്ളതാണ് ഇത്. പിന്നെ പാൻസും വരുന്നത് കേട്ടോ, ഇങ്ങനൊരു പാൻസാണ്. പിന്നെ ഷോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ
പഞ്ച് നമുക്ക് ഇതിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എന്താ, ക്രാഫ്റ്റ് പഞ്ച് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ആണ് മൂപ്പര് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഗ്ലൂ ഡ്രോപ്സ് ഒട്ടിച്ച് ചെറിയ ചെറിയ ഡ്രോപ്സ് പോലെ ഒട്ടിച്ച് മുമ്പൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് ഐറ്റംസ് മതിയെന്ന്. പക്ഷെ മോൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് എനിക്ക് കളിക്കുന്ന സാധനങ്ങൾ മതി. ഇത് പിന്നെ സിസേഴ്സ് പല ടൈപ്പിൽ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്യണ സിസേഴ്സ് ആണ് കേട്ടോ. ഇത് 3 ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ റിലയൻസ് ട്രെൻഡ്സ് അല്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് പിന്നെ ഗ്ലൂ ഇതൊക്കെ റിലയൻസ് ചെയ്ത് വാങ്ങിച്ചാണ്. പിന്നെ അതന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ 2 വാങ്ങിച്ചിട്ടുണ്ട്. 2 പേർക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് മോന് നെർഫ് ഗണ്ണും മോന് വേറെ സ്കെച്ചും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാണ് മെയിനായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചത് കേട്ടോ. ഇത് മറ്റേ പുകയൊക്കെ വരും, പുക പിന്നെ എന്താ പറയുക ലൈറ്റ് കത്തും അങ്ങനെ എന്തൊക്കെയോ. ലൈറ്റ് ഉണ്ട്, പിന്നെ സ്മോക്ക് ഉണ്ട്, പിന്നെ USB-C ടൈപ്പ് ചാർജറാണ് വരുന്നത്. അപ്പോൾ ഇത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, അത് ഉറപ്പാണ്. ഇതുണ്ട്. മെയിനായിട്ട് ഇത് മറ്റേ സ്പൈഡർമാൻ ഇങ്ങനെ വിടില്ല, ഇത് എങ്ങനെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പം ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗിഫ്റ്റ് കവർ വാങ്ങിക്കാൻ പോയി. ഇതൊക്കെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണ്ടേ, അപ്പം അതും പിന്നെ കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. അപ്പം അതും കൂടി വാങ്ങിച്ചു. ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടിയിട്ടുള്ള പാക്കാണ്. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. പിന്നെ മെയിനായിട്ടും മോൾക്ക് ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീഷോന്ന് ഓർഡർ ചെയ്താണ്. ഇതും അടിപൊളി സാധനമുണ്ട്. ഇതിൽ നമുക്ക് ബ്രേസ്ലെറ്റ് നമ്മുടെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, ചെറുതായിട്ട് അത് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. അപ്പം ഞാനിതൊക്കെ ഇനി പാക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ എന്താണ് കേട്ടോ, ഞാനും അവരുടെ പോലെ ഭയങ്കര ത്രില്ലിലാണ് ഇതൊക്കെ കൊടുക്കാനും. എനിക്ക് എന്താണെന്നറിയില്ല. ഇപ്പം നിങ്ങളും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ 2 മാസം മുന്നേ തന്നെ നിങ്ങൾ പറയുക, ഓക്കെ ഇനി എല്ലാ ബർത്ത്ഡേക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ. അവർ ഓരോന്നും ചോദിക്കുമ്പോൾ ഞാൻ പറയും, അയ്യോ ഇനി ബർത്ത്ഡേക്ക് 10 ഗിഫ്റ്റ് വേണമെങ്കിൽ ഇതിപ്പോൾ വാങ്ങിച്ചേരില്ല, പിന്നെ വാങ്ങിച്ചുതരാം അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ. പക്ഷേ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര നമുക്കായാലും ഭയങ്കര സന്തോഷമാണ്, അമ്മ എന്ന നിലയിൽ നമുക്ക് സന്തോഷം തോന്നും. അപ്പോൾ ബർത്ത്ഡേ അന്ന് വൈകിട്ട് തന്നെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. 2 പേരുടെ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്താ പറയുക ഇവർ ഓപ്പൺ ചെയ്യണ വീഡിയോസ്, ഇവരുടെ ആ ഒരു സന്തോഷമുള്ള മൊമെൻറ്റ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ നമ്മളായാലും ആ ഒരു ത്രില്ലിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.